Devchandran, you look so hot and handsome. ഡി ഫുഡ് കഴിക്കണ്ടേ? എടി എന്നാലും നിനക്ക് വട്ടാണോ? ഇവിടെ ഇത്രയും വലിയ വീടുണ്ടായിട്ട് അവിടെ വന്നിട്ട് അങ്ങേ റാട്ടും തുപ്പും കേൾക്കാൻ. അയാളിപ്പോ നിന്നെ അവിടുന്ന് പുറത്താക്കിയാലും ധൈര്യമായിട്ട് കയറി വരാനൊരു സ്ഥലമുണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്യുവോ? എന്റെ പൊന്നെന്തോ നീ ഇങ്ങനെ സാഡാവില്ലേ? എന്തായാലും ജോയില് മീയെ കിട്ടും. അപ്പൊ കമ്പനി എന്തായാലും ജോയിലിന്റെ പേരിലായിരിക്കും. മീയെ കിട്ടിക്കഴിഞ്ഞാ അപ്പൊ ഉറപ്പായിട്ടും ജോയിലിന്റെ പേരിൽ അങ്ങനെ ആ കമ്പനി എഴുതി വെക്കും. നിന്നെയും എന്നെയൊക്കെ ജോയില് പുറത്താക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അതേ ഉള്ളൊരാശ്വാസം. എങ്ങാനും അയാൾ എന്നെ പിടിച്ച് പുറത്താക്കിയാൽ ഞാൻ പെരുവഴിയാവും. ഞാനൊന്ന് അച്ഛനെ വിളിച്ചു പറയട്ടെ, ഇങ്ങോട്ടാ വന്നേന്ന് പറഞ്ഞിട്ടില്ല. ആടി വിളിച്ചു പറ. നീ എന്നാ താഴേക്ക് വന്നേക്കെ, ഞാൻ എന്തായാലും ഡൈനിങ് ടേബിളിന്റെ അവിടെ കാണും. നിന്റെ ഫ്രണ്ട് എന്തി? അവളെ വിളിക്ക് കഴിക്കാൻ. അതേട്ടാ, അവൾ അച്ഛനെ വിളിച്ചോണ്ടിരിക്കോ, ഇപ്പൊ വരും. അവള് നിന്റെ കൂടാണല്ലേ താമസം? അവളുടെ പേരൻസ് ഒക്കെ എവിടാ? അയ്യോ ഏട്ടാ, അച്ഛൻ ഉദ്ദേശിച്ചത് പള്ളിയിലെ അച്ഛനെയാ. അവൾക്ക് അങ്ങനെ ആരുമില്ല. അവൾ ഓർഫണേജിലാ വളർന്നത്. പിന്നെ ലീവ് കിട്ടുമ്പോ അവൾ അങ്ങോട്ടാ പോകുന്നത്. ഇപ്രാവശ്യം എന്നോട് ഇങ്ങ് പോന്നു. അപ്പൊ അത് വിളിച്ചു പറയുമായിരുന്നു അച്ഛനെടുക്കാൻ. റിലേഷൻ എന്ന് പറയാൻ ആരുമില്ലേ? ഐ മീൻ ബോയ് ഫ്രണ്ട്? ഇല്ല, കാണുന്നവരോടൊക്കെ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്തോണ്ട് നടക്കും. അല്ലാണ്ട് സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നും അതിനൊന്നും അവള് നിൽക്കാറില്ല. രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ പാവം ഒരുപാട് പാടുപെടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് നടക്കില്ല ഏട്ടാ. ഡി ആദി ദേ പുറത്തെന്റെ കർത്താവേ, ഹിറ്റ്ലർ മാധവൻ കുട്ടി. എന്താണ് പുറത്ത്? ഏയ് ഒന്നുമില്ല. നീ ഇരിക്ക്, ഫുഡ് കഴിക്കാം. ഓ അടിപൊളി, എന്ത് ടേസ്റ്റാണ് ഈ ഫുഡിനൊക്കെ. ബ്യൂട്ടിഫുൾ, ക്യൂട്ട്. എന്താ ഏട്ടാ? ഏയ് ഒന്നുമില്ല. അല്ല, ഏട്ടൻ കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇതെന്നെ പറ്റി ഇങ്ങനെ വേർത്തൊഴുകുന്ന? എന്നെ പറ്റി ഏട്ടാ? ഒന്നുമില്ലടി, അത് ചൂടിന്റെ ഭയങ്കര ചൂട്. ചന്ദ്രേട്ടാ, വേലയെല്ലാം മുടിച്ചത് നീനും പൊക്കോട്ടെ. ആദി, ഇതെന്താടി മലയാളവും തമിഴും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്? ആ പ്രൊഡക്റ്റ് ആണ് നീ ഇപ്പൊ അടിപൊളിയാന്ന് പറഞ്ഞ ഫുഡെല്ലാം ഉണ്ടാക്കിയത്. അവൾ ഇവിടുത്തെ ഓൾ ഇൻ ഓളാ. നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞോ? എന്നാ പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ല്. ചന്ദ്രേട്ടാ, ഞാൻ പോവാ. ആദി, ഞാൻ പോവാണേ. എന്നാ നിങ്ങൾ കഴിക്കും. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം, ഭയങ്കര ചൂട്. എടി, ഓൾ ഇൻ ഓൾ എന്ന് വെച്ചാ മനസ്സിലായില്ല. നിങ്ങള് കസിൻസ് ആണോ? അങ്ങനെ ചോദിച്ചാ രക്തബന്ധമൊന്നുമില്ല. പക്ഷെ അവൾ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ. അവളെ ചന്ദ്രേട്ടനാണ് ഇവിടെ കൊണ്ടുവന്നത്. അവൾക്ക് അമ്മയില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു MBA ഒക്കെ എടുക്കണമെന്ന്. അങ്ങനെ ചന്ദ്രേട്ടൻ പോയി അവളെ വിളിച്ചോണ്ട് വന്നു. നീ ഇവിടെ നിൽക്ക്, ഇവിടെ നിന്ന് പഠിക്കാം, ഞാൻ നിനക്ക് അതിനുള്ള പൈസ തരാന്നൊക്കെ. അവള് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് ഏട്ടൻ, എന്തായാലും പൈസ തരുന്നില്ലേ, ഞാൻ അന്നേരം ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യാന്ന്.
ഏട്ടൻ സമ്മതിച്ചില്ല. പിന്നെ അവള് ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് ഇപ്പൊ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവളാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് പാവ ഇനി വീട്ടിലോട്ട് പോകും. ഇനിയും പോയിരുന്നു അവള് പഠിക്കും, നാളെ കോളേജിൽ പോകും, നേരെ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരും. എടി നിന്റെ ഏട്ടന് അവളെ ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഏട്ടൻ അവളെ കെട്ടിച്ചു കൊടുക്കും, കൺഫേം. പക്ഷെ ട്വിസ്റ്റ് അതല്ല, ഏട്ടൻ അവളോടൊന്നുമില്ലടി. ഞാൻ കൊറേ നോക്കി, അവർക്ക് തമ്മിൽ യാതൊരു ഇഷ്ടമില്ല. പിന്നെ ഞാൻ ആ വഴി അങ്ങ് വിട്ടു. എന്റെ ഇന്ദുമോളോട് ഞാനൊരു കാര്യം പറയാം. ഏട്ടനോട് ഫ്ലേർട്ട് ചെയ്യുമ്പം നിന്റെ ശരീരമൊക്കെ നോക്കിയിട്ടേ നീ ഇതിനും പോകാവുള്ളൂ, അല്ലെങ്കിൽ തല്ലി ഒടിച്ച് നിന്നെ മൂലക്കിടും. പിന്നൊരു കാര്യം, എന്ത് സംഭവിച്ചാലും നീ ഏട്ടന്റെ റൂമിൽ കയറാനേ പാടില്ല. ഞങ്ങൾ പോലും ഏട്ടന്റെ റൂമിൽ കയറത്തില്ല. അതുകൊണ്ട് നിനക്ക് ഏത് റൂമിൽ വേണേലും കയറാം, ആ റൂമിൽ മാത്രം എന്റെ ഇന്ദു കൊച്ചു കയറല്ലേ. അതെന്താ, നിന്റെ ഏട്ടന്റെ മുറി വല്ല നിധിയും കുഴിച്ചിട്ടുണ്ടോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിന്നെ നീ അതിന്റെ എതിരായിട്ടാ ചെയ്യുന്നെങ്കിൽ എന്റെ പൊന്നുമോള് ഒറ്റയ്ക്കെല്ലാം കൂടെ ഏട്ടനെ ഒന്ന് വാങ്ങിച്ചോണം. ഇതിനും മാത്രം അയാൾ എന്താ ഈ റൂമിൽ പൂട്ടി വെച്ചേക്കുന്നത് എനിക്ക് കാണണം. ആരോട് ചോദിച്ചിട്ടടി നീ എന്റെ റൂമിൽ കയറിയത്? നോക്കി വെള്ളമാർക്കി കഴിഞ്ഞെങ്കിൽ ഞാൻ ചോദിച്ചതിന് ഉത്തരം ഒന്ന് പറയാവോ? അത് മുറി മാറി കയറിയതാ. ഓ, മുറി മാറി കയറിയതാണല്ലേ. അപ്പൊ ഡൈനിങ് ടേബിൾ വെച്ചൊക്കെ കാണിച്ചത് അറിയണ്ടായിരിക്കും. എന്ത് കാണിച്ചു? ഞാനൊന്നും കാണിച്ചില്ല. നീ ഒന്നും കാണിച്ചില്ലേ? ഇല്ല, മാറി, ഞാൻ പോട്ടെ. നീ അങ്ങനെ ഇപ്പൊ പോണ്ട, ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. അത് ഞാൻ അറിയാതെ. അറിയാണ്ട് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. കള്ളം പറയണ്ട മോളെ നീ. അത് ഞാൻ. എന്തത്? സോറി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇനിയും നീ ഇങ്ങനെ എന്നെ ഫ്ലേർട്ട് ചെയ്ത ഇന്ന് നടന്ന കാര്യം ഞാൻ എല്ലാരോടും പറയും, പ്രത്യേകിച്ച് നിന്റെ കൂട്ടുകാരി ആദിയോട്. അയ്യോ, ആരോടും പറയല്ലേ പ്ലീസ് പ്ലീസ്. ഞാൻ എന്ത് വേണേലും ചെയ്യാം. നീ എന്ത് വേണേലും ചെയ്യുവോ? ചെയ്യാം. കിസ് മീ. എന്തോന്ന്? കിസ്സോ? എന്തേ പറ്റില്ലേ? ഇത് നീയായിട്ട് എന്റെ കൺട്രോൾ കൊണ്ടുപോയി കളഞ്ഞതാ. അപ്പോൾ ഇതിന്റെ പരിഹാരം നീ തന്നെ കാണണം. അയ്യോ സോറി പ്ലീസ്, ഇനി ഇങ്ങനൊന്നും ഞാൻ ചെയ്യൂല. അത് വെറുതെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ. പ്ലീസ്, ഞാൻ അങ്ങനെ ചെയ്യൂല. ഇപ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ബാക്കിയുള്ളവരോട് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ എന്നോട് ചെയ്താൽ സത്യമായിട്ട് നിന്നെ പിടിച്ച് എനിക്ക് ചെയ്യും. പിന്നെ എന്റെ കൺട്രോൾ പോയി ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. സോ അടങ്ങി നിന്നാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ നേരെ ചൊവ്വൊന്നും ഇവിടുന്ന് പോകില്ല. കേട്ടോ? കേട്ടു. എന്നാ മോള് പോ. ഇവൾ എന്നെയും കൊണ്ടേ പോകും. എന്ത് സ്മെല്ലാ അവൾക്ക്, നല്ല ചന്ദനത്തിന് മണം. ആ ലിപ്സ്, ഈ പെണ്ണ് മനുഷ്യന്റെ കൺട്രോള് കളയും. ദൈവമേ, ഇളക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ഒന്നും കൂടെ പോയി കുളിക്കാം. അങ്ങതാ മാനത്ത്